ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രോൺസ് മൊമോസാണ്. നമ്മൾ മൊമോസാണ് ചെയ്യാൻ പോകുന്നത്. ടിബറ്റൻ മോഡൽ മൊമോസ്. ടിബറ്റൻ നേപ്പാൾ ഉറവിടമായ അവിടെ നിന്നാണ് നമ്മളെ ഈ മൊമോസിൻ്റെ ഉറവിടം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൊമോസാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രോൺസ് മൊമോസാണ് ചെയ്യാൻ പോകുന്നത്. സോറി, പ്രോൺസ് മൊമോസാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ തന്നെ നമുക്ക് പ്രോൺസ് ഉണ്ടാക്കാം, ഫിഷ് ഐറ്റം ഏത് വേണോ ഉണ്ടാക്കാം, ചിക്കൻ ഉണ്ടാക്കാം, വെജ് ഉണ്ടാക്കാം. പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോൺസ് മൊമോസാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, മറക്കാതെ ലൈക്കും കമൻറ്റും തരിക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ് ഷിംസ്, നമ്മുടെ കൊഞ്ച്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കർലീഫ്, നമ്മുടെ മല്ലിയില, പിന്നെ മുളക് പൊടി, നമ്മളെ ജിഞ്ചർ ഗാർലിക്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളത് പേസ്റ്റ് ആക്കും, ചെറിയ ഉള്ളി, പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ അല്ലേ മൈദയും എണ്ണയും. ഗൈസ്, നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ മൈദയാണ്. ഞാൻ ആവശ്യമായിട്ടുള്ള മൈദ എടുത്തിട്ടുള്ള കേട്ടോ. ഇത്രയും നമുക്ക് മൈദ വേണം. ഇതൊന്ന് തട്ടിയിട്ട് നമുക്കൊന്ന് ആദ്യം മിക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കണ്ടില്ലേ, ഇത്രയും മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഒരു കുറച്ച് വെള്ളം, ചെറിയ ചൂടുവെള്ളം നമ്മൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കൊടുക്കണം. ആവശ്യത്തിന് മതി കേട്ടോ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലൊരു അല്പം എണ്ണ തേച്ച് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് മാറ്റി വയ്ക്കും. ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് പ്രോൺസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരല്പം എണ്ണ എടുത്തിട്ട് ഇതിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അല്ലേ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലായിടത്തും ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് പ്രോൺസ് റെഡിയാക്കാം. ഈ നമ്മളെ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്രോൺസ്, അതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യേണ്ട പ്രോൺസാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. അതേ ഒന്ന് എത്തിച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ചില ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതൊന്ന് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. അത് നല്ല സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇവിടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേസ്റ്റ് ആഡ് ചെയ്യണം. അധികം പേസ്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് സ്മാഷ് ആയിട്ട് എടുത്തതേ ഉള്ളൂ. ഇതിൽ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് അതാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നമ്മൾ സ്മോൾ ഒനിയനും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലേശം ആവശ്യത്തിനൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ല്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ദിവസമുണ്ട്. അപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ടൊമാറ്റോ, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടൊമാറ്റോ ആയിട്ടുണ്ട്. നല്ലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു ശകലം മതി കേട്ടോ.
അല്പം മഞ്ഞൾപ്പൊടി, ശേഷം മുളക് പൊടി, അതും ഒരു ശകലം മതി, ഓവറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെപ്പർ, നമ്മുടെ ബ്ലാക്ക് പെപ്പർ ഒരല്പം ഇട്ട് കൊടുക്കണം. ഒരു ബ്ലാക്ക് പെപ്പർ ഒരു ശകലം ആവശ്യമുണ്ട്, ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല മിക്സ് ചെയ്യും. ഒരുപാടായി കഴിഞ്ഞാൽ നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ സ്പൈസി അധികം വേണ്ട, നമുക്ക് കണക്കിന് നമ്മൾ കഴിക്കുമ്പോൾ കണക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പെപ്പറും മുളക് പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതില്ലെങ്കിലും വലിയ സാരമൊന്നുമില്ല, ടേസ്റ്റ് ചില ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നല്ല സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്ത വേണ്ടതെന്ന് നോക്കാം. നമ്മുടെ പ്രോൺസ്, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പ്രോൺസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഇളക്കി ഡ്രൈ ആയിട്ട് എടുക്കുക. അതായത് നമ്മൾ ഇത് കറി പോലെയോ തിക്ക് ഗ്രേവി ആയിട്ടോ അങ്ങനെയൊന്നും കാണരുത്. നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം. ഡ്രൈ ആയിട്ട് എടുത്താൽ മാത്രമേ നമ്മൾ സ്റ്റഫ് ചെയ്യണ സമയത്ത് അതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കഴിക്കുമ്പോൾ പോലും ടേസ്റ്റ് ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കറി കഴിച്ച പോലെ ഇരിക്കും, നമ്മൾ ദോശയിലൂടെ കറി കഴിച്ച പോലെ ഇരിക്കും. അതുകൊണ്ട് നല്ലൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. ഇവിടെ ഡ്രൈ ആയിട്ട് എടുക്കുന്നുണ്ട്. അത് ഫ്ലെയിം നമ്മൾ കൂട്ടിയിട്ടിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ ഡ്രൈ ആയിക്കോളും. എന്നാൽ ഇത് അടിയിലോട്ട് ഇങ്ങനെ പിടിക്കാനും കരിയാനും പാടില്ല. ആ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക, എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ഡ്രൈ ആയിട്ട് വരൂ. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, നമുക്ക് സോയ സോസ് നമുക്ക് വേണം. അപ്പോൾ ഒരു സോയ സോസ് 2-3 തുള്ളി ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ചൈനീസ് മോഡൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ കൊറിയാണ്ടർ ലീഫ്, നമ്മുടെ മല്ലിയില ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഡ്രൈ ആയിട്ട് വന്നതാണ്, ഇതാണ് ഞാൻ ഡ്രൈ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റഫ് ചെയ്യാണ്ട് പ്രൗൺസ് ഇവിടെ റെഡിയാണ്, ഷിംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മാവ് പരത്തിയിട്ട് ഇത് സ്റ്റഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റഫ് ചെയ്യാണ്ട് പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. മാവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബോൾ പിടിക്കുക. എന്നിട്ട് ഇത് നമുക്ക് പരത്തിയെടുക്കാം. പരത്തി എടുത്തിട്ട് നമ്മളെന്തെങ്കിലും അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ടായിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് റൗണ്ട് ഷേപ്പിന് എടുക്കുക, എങ്കിൽ മാത്രമേ ഇതിലോട്ട് സ്റ്റഫ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഒന്ന് പരത്താൻ പോകണേ. അപ്പോൾ ഗൈസ്, ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോളില്ലേ, ബോളിൽ അടപ്പ് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിന് എടുക്കും. റൗണ്ട് ഷേപ്പിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കയ്യിലോട്ട് എടുക്കണം. നമ്മൾ നാട്ടിലെ പരത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയ കുഞ്ഞായിട്ടുള്ള മൊമോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴേ ഇത്ര വലിപ്പം എനിക്ക് മതി. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇനി ഇതിലോട്ട് നമ്മളെ പ്രോൺസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ടി പിടിക്കാം. എല്ലാം കൂടെ ജസ്റ്റ് ഒരുമിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, ഈ രൂപത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാനത് ബാക്കിയെല്ലാം ഒന്ന് ഈ രൂപത്തിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, നമ്മുടെ മൊമോസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാവിൽ കണ്ടില്ലേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് നമ്മൾ സ്റ്റീം ചെയ്താണ് എടുക്കണം, ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ വച്ചിട്ട് നമ്മൾ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നല്ല തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഈ അടപ്പൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് എല്ലാ മോമോസും എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ മോമോസായിട്ട് എടുത്ത് ഇതിൻ്റെ പുറത്തായിട്ട് വയ്ക്കാൻ പോവുകയാണ്. വച്ചപ്പോൾ തന്നെ നല്ല ആവി വരുന്നുണ്ട് കേട്ടോ. അടിപൊളി, കറക്റ്റ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കതൊന്ന് ഈ ഹോളിൽ ഇവിടേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ആവി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം, അത് റെഡിയായോ ഇല്ലെന്നൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്റ്റീം പോകുന്നുണ്ട് കേട്ടോ, നല്ല ആവി നല്ലതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. യെസ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ടെല്ലാം മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാ കണ്ടില്ലേ, നമ്മുടെ മൊമോസ് എല്ലാം നമ്മുടെ സ്റ്റീം ചെയ്തിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു പാത്രത്തിലോട്ടാക്കി. സോസ് നമ്മൾ സാധാ ടൊമാറ്റോ സോസാണ് കേട്ടോ. അപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. അല്ലേ, നല്ല വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് അല്ലേ, നമ്മുടെ മൊമോസ് ഇവിടെ റെഡിയായിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, സോസും ഉണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഒരു മൊമോസ് എടുത്തോ. ഇത് മുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളമാണ്. അപ്പോൾ അടിപൊളി, സൂപ്പർ. എനിക്കത് ദേവന് കിട്ടില്ല കേട്ടോ. സത്യം പറയാം ഗൈസ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോ പറയുമ്പോഴും എല്ലാം ട്രൈ ചെയ്യണമെന്ന് ഇത് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ, ഈ മോമോസും നിങ്ങൾ എവിടെയെങ്കിലും സിറ്റിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്ത് നോക്കണം. എങ്കിലും അതിൻ്റെ വില നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് മീഡിയം സൈസ് തന്നെ, ഒരു മീഡിയം സൈസ് ഒരു 4 അല്ലെങ്കിൽ 5 എണ്ണം, മാക്സിമം 4. ഓവളത്ത് നമ്മൾ കൊടുക്കുന്നത് 450-500 രൂപയാണ്. സാധാ റെസ്റ്റോറൻറ്റിൽ പോയാലും മാക്സിമം പോയാൽ ഒരു 300-350 നിങ്ങൾ ഉറപ്പായിട്ടാണ്. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. മാക്സിമം ഇതെല്ലാവരും ട്രൈ ചെയ്യുക, അതേപോലെ തന്നെ എന്നെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മൊമോസ് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.